ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഞാൻ നസിയ നവാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പൂരി നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഫസ്റ്റ് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടിയിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് ചേർക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കറക്റ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാതിരുന്നാൽ നമ്മുടെ കയ്യിലത് ഒട്ടിപ്പിടിക്കാതിരിക്കും. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് എനിക്ക് ഒരു കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെള്ളം ചേർക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരളവിന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോകാമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്ത് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ പൂരി നന്നായിട്ട് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാൽ പൂരി വല്ലാതെ അങ്ങ് ഹാർഡായി പോവും. ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ച് വയ്ക്കുന്നത് പോലെ കുറച്ച് നേരം കുഴച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല പൂരിക്ക്. അപ്പോൾ തന്നെ നമുക്ക് അത് പൊരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നതും അതുപോലെ തന്നെ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നതും കാണിക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഉരുട്ടി വയ്ക്കാം. മുഴുവൻ മാവും അങ്ങനെ ഉരുട്ടി വയ്ക്കരുത്, അതങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ഉണങ്ങിപ്പോവുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. ഇനി പത്തിരി പ്രസ്സിൻ്റെ 2 സൈഡിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. ഏത് എണ്ണയാണോ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ബോൾസ് ഇതുപോലെ സെൻറ്ററിലായിട്ട് വയ്ക്കരുത്, സൈഡിലായിട്ട് വയ്ക്കുക. സൈഡിലായിട്ട് വെച്ചിട്ട് ഒന്നങ്ങോട്ട് അമർത്തി കൊടുക്കുക. ഇത് ഒന്നുകൂടെ അങ്ങ് ആയി വരാനുണ്ട്. തിരിച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചപ്പാത്തി പരത്തുന്ന പോലെ എങ്ങനെയാണ് പരത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പൊടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. ഇനി ഇത് എല്ലാ സൈഡും ഒരേപോലെ വരുന്നത് മാതിരി പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ പരത്തിയെടുക്കണം. പ്രത്യേകിച്ചും സൈഡൊക്കെ കനം കൂടാതെ ഒരുപോലെ പരത്തിയെടുക്കാൻ നോക്കണം. എന്നാലാണ് പൂരി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതങ്ങ് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൽ എക്സ്ട്രാ പൊടി വരുന്നതെല്ലാം നന്നായിട്ട് തട്ടിയെടുക്കണം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പൂരി പൊങ്ങി വരാൻ താമസം വരികയാണെങ്കിൽ ഒന്ന് മേലെ അമർത്തി കൊടുത്ത് എണ്ണ മേലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ തന്നെ പൊങ്ങി വന്നോളും. ഇത് 2-3 സെക്കൻഡ് അതങ്ങനെ കിടന്നിട്ട് വേണം ഒന്ന് തിരിച്ചിടാൻ. അതുപോലെ തന്നെ ഈ സൈഡും ഒരു 5-6 സെക്കൻഡ് ഇതുപോലെ കിടന്നോട്ടെ, എന്നാലാണ് നന്നായിട്ട് മൊരിഞ്ഞ് വരുള്ളൂ. അതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. എണ്ണയ്ക്ക് ഒരുവിധം ചൂടുണ്ടെങ്കിൽ മാത്രമാണ് പൂരി ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. കൂടിപ്പോയാൽ പൂരിയുടെ കളറൊക്കെ വല്ലാതെ മാറുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.